പാലക്കാട് വീണ്ടും പോലീസിൽ കൂട്ട സ്ഥലമാറ്റം എന്ന വാർത്ത കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കാം. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലെ 70 പേരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി. പോലീസ് അസോസിയേഷൻ, ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളെ ഉൾപ്പെടെയാണ് സ്ഥലം മാറ്റിയത്. ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തോടെയുള്ള ട്രാൻസ്ഫർ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സേനയ്ക്കുള്ളിലെ വിമർശനം. സമീർ ബിൻ കരീം നമുക്കൊപ്പം. സമീർ ബിൻ കരീം, സുപ്രഭാതം. ഇത്രയധികം പേരെ മാറ്റുന്നതിന് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ, അതോ ആരോപിക്കപ്പെടുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിതമാണോ? രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്ന കാര്യം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 70 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിയിരിക്കുന്നത്. സീനിയർ CPO തസ്തികയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് അസോസിയേഷന്റെയും ഒപ്പം തന്നെ ഓഫീസേഴ്സ് അസോസിയേഷന്റെയും സംസ്ഥാന ഭാരവാഹികൾക്ക് ഉൾപ്പെടെ ട്രാൻസ്ഫർ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് അസോസിയേഷന്റെ സ്റ്റേറ്റ് നേതാക്കളുണ്ട്. സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിയും അദ്ദേഹത്തെ മലമ്പുഴയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് മെമ്പർ സതീഷിനെ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയെ പാലക്കാട് നിന്ന് തൃത്താലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന ഭാരവാഹിയെ കൺട്രോൾ റൂമിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു സ്ഥലമാറ്റമാണ്. ഇത് പാടില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്ന കാര്യം ട്രിബ്യൂണലിനെ സമീപിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് 350 പോലീസ് ഉദ്യോഗസ്ഥരെ പാലക്കാട് ജില്ലയിൽ നിന്ന് കൂട്ട സ്ഥലമാറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നും സമാനമായ രീതിയിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നതാണ്. സ്വാഭാവികമായും ഈ ഭരണം മാറുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ഇത്തരം രാഷ്ട്രീയ പ്രേരിതമായും അല്ലാത്തതുമായ കൂട്ട ട്രാൻസ്ഫറുകൾ പൊതുവെ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളതുമാണ്. സുജിയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് സമീർ ബിൻ കരീമാണ്. പാലക്കാട് പോലീസിലാണ് കൂട്ട സ്ഥലമാറ്റം. Big TV without fear or favor.